ഹായ്, ഞാൻ കുക്കു. എന്നെ കുറച്ചു പേർക്കെങ്കിലും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അഥവാ അറിയത്തില്ലെങ്കിൽ ഞാൻ എന്നെ ഒന്നുകൂടെ പരിചയപ്പെടുത്തി തരാം. സിംഗർ അമൃത സുരേഷ്, അഭിരാമി സുരേഷ് അവരുടെ കൂടെ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് ഒരു അനിയത്തി എന്നുള്ള നിലയിലും പിന്നെ അവരുടെ PA ആയിട്ടും കൂടെ ഉള്ള ഒരാളാണ് ഞാൻ. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാലയുടെയും അമൃതയുടെയും ഇഷ്യൂസ് ആണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പൊ പാപ്പ ഒരു വീഡിയോ ചെയ്തതിനെ തുടർന്നാണ് ഈ ഒരു ഇഷ്യൂസ് ഒക്കെ വീണ്ടും റീസ്റ്റാർട്ട് ആയത്. അപ്പൊ പാപ്പ വീഡിയോ ഇട്ടതിന് പിന്നാലെ ബാലയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ വൈകാരികപരമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു. ആയതുകൊണ്ട് തന്നെ അമൃതയുടെ കുടുംബത്തിന് പിന്നീട് നേരിടേണ്ടി വന്നത് ഭയങ്കര സൈബർ ആക്രമണമായിരുന്നു. ഇതിനെ തുടർന്ന് അമൃതയും പ്രതികരിച്ച് വീഡിയോ ഇട്ടിരുന്നു. അതിനുശേഷം ഇപ്പൊ അമൃതയുടെ ഒക്കെ ഒരു പേഴ്സണൽ സെക്രട്ടറി ആയിട്ടുള്ള കുക്കു എന്നൊരു വ്യക്തിയും കൂടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിന്ന് കാണിച്ചു തരാം. പുള്ളി ആദ്യം ചെയ്തത് പുള്ളിക്കാരുടെ ഫോൺ ഇല്ലാതാക്കുക, വീട്ടുകാരുമായിട്ടുള്ള എല്ലാ കോണ്ടാക്ടും കട്ട് ചെയ്യുക. അതിനുശേഷം പുള്ളി ചെയ്തത് പുള്ളിയുടെ മദ്യപാനവും, പുള്ളിക്കാരന്റെ കുറെ കൂട്ടുകാരുണ്ട്, എല്ലാവരെയും കള്ളുടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പാതിരാത്രി ഇവർക്ക് വെച്ച് വിളമ്പി കൊടുത്ത് ഇവരുടെ എച്ചിൽ പാത്രം കഴുകലായിരുന്നു എന്റെ ചേച്ചിയുടെ മെയിൻ തൊഴിൽ. പട്ടിയെ തല്ലുന്ന പോലെ തല്ലി വായിൽ ചോര വരുത്തിയ ദിവസങ്ങളുണ്ട്, നിങ്ങൾക്കറിയോ? അതേപോലെ അൺനാച്ചുറൽ സെക്സ്, മാരിറ്റൽ റേപ്പ്, സെക്ഷൽ അബ്യൂസ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇയാൾ എന്റെ ചേച്ചിക്ക് നേരെ ചെയ്തിട്ടുണ്ട്. ഞാൻ അമൃത ചേച്ചിയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ഇതേ അനുഭവം തന്നെയായിരുന്നു ഈ പറയുന്ന എലിസബത്ത് എന്ന് പറയുന്ന അയാളുടെ മുൻപ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നയാള്. പറയുന്നത് കേട്ടല്ലോ അല്ലെ? നമുക്കങ്ങ് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ സത്യമാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർ ഇതിനു മുന്നേ പറഞ്ഞില്ല എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ പല പല ചോദ്യങ്ങളും വരും. ആദ്യം അവർ ആ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, ഇതെല്ലാം അവരുടെ ഒരു കേസ് ഫയലിൽ ഉള്ളതാണ്, ഇതൊക്കെ നേരിട്ടറിയാം. ഇനി ഇതിനെക്കുറിച്ച് സംശയമുള്ളവർക്ക് അവരുടെ അടുത്ത് നേരിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവർ തെളിവ് കാണിക്കാം. ഒരു സാമൂഹ്യ മാധ്യമത്തിലൂടെ അത് അവർക്ക് പ്രദർശിപ്പിക്കാൻ താല്പര്യമില്ല എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ബാലയ്ക്കെതിരെ പറയുന്നുണ്ട്, എന്റെ അടുത്ത് തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ തെളിവ് കാണിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട്, ബാല വടിവാളുമായി അമൃതയുടെ വീട്ടിൽ വെട്ടാൻ ചെന്നു. അമൃതയാണെങ്കിലും ശരി, എലിസബത്ത് ആണെന്നുണ്ടെങ്കിലും ശരി, ബാലയുടെ കയ്യിൽ നിന്നിട്ടുള്ള മോശ പെരുമാറ്റത്തെ തുടർന്ന് രണ്ടുപേരും ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് സംസാരിക്കുന്ന ഫോൺ കോള് ഞാൻ കേൾക്കാനിടയായി. കാരണം ഞാൻ അവരോട് ഉള്ളയാ, ഞാൻ കേട്ടത്. പിന്നെ കേസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവരോട് ഞാൻ എപ്പോഴും ഉണ്ട്. കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, ഇയാൾ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുവോ. ഇയാളെ കയ്യിൽ തോക്കൊക്കെ ഉണ്ട്. ഇതിന് മുമ്പ് ഒരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ചേച്ചിയുടെ വീട്ടിൽ ഇയാൾ വടിവാളുമായിട്ട് വന്ന് വെട്ടാനൊക്കെ വന്ന ഒരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ട്. എലിസബത്ത് എന്ന് പറയുന്ന അയാളുടെ പുള്ളിക്കാരി ലീഗലി പുള്ളിയുടെ ഭാര്യയല്ല. ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളിക്കാരന്റെ ലീഗലി ഉള്ള ഭാര്യയല്ല. പുള്ളിക്കാരൻ എവിടുന്ന് ഒരു കാലം എന്തോ കെട്ടിയതിനു ശേഷം 6 മാസം കഴിഞ്ഞിട്ടാണ് പുള്ളി മറ്റേ റിസപ്ഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അത് വേറെ സത്യം. ബാല എന്നൊരു നടനെ നമുക്കറിയാം, പക്ഷെ ജീവിതത്തിലും ഇത്ര വലിയൊരു നടനാണ് എന്ന് നമ്മൾ എല്ലാവരും തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ പറയുന്നുണ്ട്, ബാല ഒരുപാട് സുഹൃത്തുക്കളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവരുമായിട്ട് മദ്യപാനം, അതിന് അമൃത വെച്ച് വിളമ്പി കൊടുക്കല്, പിന്നെ അവരുടെ മുമ്പിലുള്ള ഹരാസ്മെന്റ്, അതിനുശേഷമുള്ള അടി ഇടി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചതിനെ തുടർന്നാണ് അമൃത അവിടുന്ന് രാത്രിക്ക് രാത്രി ഓടി രക്ഷപ്പെട്ടത്. ഇതേ അനുഭവം തന്നെയാണ് എലിസബത്തിനും ഉണ്ടായത്. എലിസബത്തിന്റെ കാര്യം പറയുന്നത് എന്താണ്, ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെയും കൊണ്ട് കയറി വന്നതിന് ശേഷം നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നീ ഇവിടെ നിന്നാ മതി എന്ന് എലിസബത്തിനോട് പറഞ്ഞതിനെ തുടർന്നാണ് എലിസബത്തും അവിടുന്ന് ബാലയുടെ അടുത്തുനിന്ന് പോയത് എന്നാണ് ഈ കുട്ടി പറഞ്ഞിരിക്കുന്നത്. ഇതിനോട് സമാനമായ കാര്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം അമൃത വീഡിയോ ഇട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൂടെ പ്രേക്ഷകർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. പക്ഷെ എലിസബത്ത് ഇതിനെതിരെ പ്രതികരണമായിട്ടൊന്നും വന്നിട്ടില്ല. അതിന് ഈ വീഡിയോ ഇട്ട കുട്ടി പറയുന്നത്, അമൃതയ്ക്കാണെന്നുണ്ടെങ്കിലും എലിസബത്തിനാണെന്നുണ്ടെങ്കിലും ബാലേനെ പേടിയാണ്. അപ്പൊ ബാല കല്യാണം കഴിക്കാൻ തെരഞ്ഞെടുക്കുന്ന പെൺകുട്ടികൾ ആ രീതിയിലുള്ള പെൺകുട്ടികളാണ്. കാരണം പ്രതികരണ ശേഷി കുറഞ്ഞിട്ടുള്ള പെൺകുട്ടികളെയാണ് ഇയാൾ തെരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം ഇവരെ ഭീഷണിപ്പെടുത്തുക, ഇവരുടെ പല പല ദൃശ്യങ്ങൾ എടുത്ത് ഇതും പബ്ലിക്കാക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക, അതാണ് അയാളുടെ തൊഴിൽ. അയാളുടെ അടുത്ത് ഒരുപാട് പെൺകുട്ടികളുണ്ട്. അതുപോലെ തന്നെ എലിസബത്തിനെ 3ാമത് വിവാഹം കഴിച്ചു. പിന്നീടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എലിസബത്തിനെ ലീഗലി വിവാഹം കഴിച്ചിട്ടില്ല എന്നതുമാണ് ഈ ഒരു കുട്ടി വന്ന് പറയുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതികരണം എന്ന നിലയിലൊന്നും ബാല ഇതുവരെ വന്നിട്ടില്ല. എന്നാലും ഒരു ചെറിയ വീഡിയോ ഉണ്ട്, അതും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. കഴിഞ്ഞ വീഡിയോയില് ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു, ഇനി തൊട്ട് ഞാൻ
ഒരു കാര്യത്തിലും സംസാരിക്കില്ലെന്ന് ആ വാക്ക് റെസ്പെക്ട് മൈ ഡോട്ടേഴ്സ് വേർഡ്സ് ഞാനേ നിർത്തി. കുറച്ച് ചെറിയ ആളുകളൊക്കെ കയറി വന്ന് കുറേ വീഡിയോസ് അവരുടെ എക്സ്പീരിയൻസിനൊക്കെ പറയുന്നുണ്ട്. അതും കൂടെ പാപ്പ ഹർട്ടാവില്ലേ, അവർക്ക് ഹർട്ടാവില്ലേ? എന്നെ വിട്ടേക്ക്. ഐ എം കീപ്പിംഗ് അപ്പ് മൈ വേർഡ്സ്. എന്റെ വാക്ക് നാം പാലിക്കുന്നുണ്ട്, നിങ്ങളും പാലിക്കുന്നത് ന്യായമല്ലേ? ഇതൊക്കെ കണ്ടതിന് ശേഷം എനിക്ക് പറയാനുള്ളത്, സത്യമായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. ബാലയുടെ തനി സ്വരൂപം ഇതാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തെളിവ് സഹിതം എല്ലാവരും ഇത് അറിയണം. ഇതിനെതിരെ ബാലയ്ക്ക് നിയമപരമായിട്ടുള്ള ശിക്ഷയും കിട്ടണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. നേരെ മറിച്ച് ബാല ഇതൊന്നും ചെയ്തിട്ടില്ല, ഇതൊരു ആരോപണമാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരോപിതർക്കെതിരെ നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ബാലയുടെ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിലും അമൃതയുടെ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിലും അത് ഫേസ് ചെയ്യേണ്ടത് അമൃതയും ബാലയും തന്നെയാണ്. അതുപോലെ തന്നെ ഇവരുടെ രണ്ടുപേരുടെയും പേരിൽ ഇതേപോലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഫേസ് ചെയ്യേണ്ട ഒരാൾ എന്ന് ഉള്ളത് ആ ഒരു കുട്ടിയും കൂടിയാണ്. അപ്പൊ രണ്ടുപേരും കൂടി, ഇപ്പം ബാലയ്ക്കറിയാം ബാല എത്രമാത്രം ഹരാസ്മെന്റ് ചെയ്തിട്ടുണ്ട് എന്ന്, അമൃതയ്ക്കറിയാം അമൃത എത്രമാത്രം വെയിറ്റ് വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ബാലയ്ക്കറിയാം ബാലയുടെ ഭാഗത്ത് എത്രമാത്രം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന്. അപ്പം അതൊക്കെ ഇനിയിപ്പോ എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കണം തന്നെയാണ് എന്റെ അഭിപ്രായം. ഇതുപോലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വന്ന് പറയാതെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തീർക്കുക. കാരണം നിങ്ങൾ രണ്ടുപേരും, ബാലയാണെന്നുണ്ടെങ്കിലും അമൃതയാണെന്നുണ്ടെങ്കിലും, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കൊച്ചിന്റെ ഭാവിക്കാണ്.